ആൻഡ് വിലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടംപററി ഡിസൈനിൽ പണിതീർത്ത ഒരു വീടാണ്. 15 സെന്റ് സ്ഥലത്ത് 4200 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി 4 ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ വീട് പണിതീർത്തിരിക്കുന്നത്. നമുക്ക് ആ വീടൊന്ന് കാണാം. ഇന്ന് നമ്മൾ കാണുന്നത് 15 സെന്റ് സ്ഥലത്ത് 4200 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി 4 ബെഡ്റൂമുകളോടുകൂടി പണിതീർത്തൊരു വീടാണ്. മുറ്റമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ലേ ചെയ്തും ചെടികളും ഒക്കെ വെച്ച് മനോഹരമായിട്ടാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. വീടിന്റെ മുൻവശത്തായി തന്നെ സിറ്റ് ഔട്ടും കാർ പോർച്ചും നമുക്ക് കാണാൻ സാധിക്കും. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ വീടിന്റെ ഒരു സൈഡിൽ വരാന്തയും നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെയും വരാന്തയുടെയും ഫ്ലോറിങ്ങിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. സിറ്റ് ഔട്ടിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഈ വീടിന്റെ മെയിൻ ഡോർ കാണാൻ സാധിക്കും. തേക്ക് തടിയിലാണ് ഇത് പണി തീർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാം. വീടിനുള്ളിൽ കയറി കഴിയുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സൈഡിൽ ഫാമിലി ലിവിങ്ങും ഒരു സൈഡിൽ ഫോർമൽ ലിവിങ്ങുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗിൽ സോഫ സെറ്റും ടീപ്പോയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആഷ് വുഡ് കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാമിലി ലിവിംഗിൽ നമുക്കൊരു TV യൂണിറ്റ് കാണാൻ സാധിക്കും. ലാമിനേറ്റ് ചെയ്തിട്ടുള്ള മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചാണ് ഇത് പണി തീർത്തിരിക്കുന്നത്. ഫോർമൽ ലിവിംഗിൽ ട്രഡീഷണൽ ഡിസൈനിലുള്ള ഫർണിച്ചറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിവിംഗ് സ്പേസിന്റെ സീലിംഗിനായി ഉപയോഗിച്ചിരിക്കുന്നത് ജിപ്സമാണ്. LED ലൈറ്റിംഗും ഒക്കെ നൽകി മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെയിൻ ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു സൈഡിൽ നമുക്ക് ടീപ്പോയും ചെയറും ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. വീട്ടിലുള്ളവർക്കോ ഗസ്റ്റുകളോ ഒക്കെ വരുമ്പം ടീ സ്നാക്സ് ഒക്കെ കഴിക്കാനും അത്യാവശ്യം വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും ആഷ് വുഡ് കൊണ്ടുള്ള ഫർണിച്ചറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തെ വരാന്തയിലേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. 8 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലൊരു ഡൈനിങ് ടേബിളാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആഷ് വുഡിലും ഗ്രാനൈറ്റിലുമാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡിൽ പണിതീർത്ത ക്രോക്കറി ഷെൽഫും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വാഷ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്.
വാഷ് ഏരിയയോട് ചേർത്ത് തന്നെ നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂമും കാണാൻ സാധിക്കും. ഡ്രൈ ഏരിയയ്ക്കും വെറ്റ് ഏരിയയ്ക്കും ഗ്ലാസ് കൊണ്ട് ഒരു സെപ്പറേഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കിച്ചൺ ആണ്. സി ഷേപ്പിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കരാരോ വൈറ്റ് ക്വാഡ് സ്ലാബ് ആണ്. ക്യാബിനറ്റുകളെല്ലാം പണിതീർത്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡും ലാമിനേറ്റും ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാണാൻ സാധിക്കും. ചെയറുകളെല്ലാം ഇവിടെ കാണുന്നത് ആഷ് വുഡ് കൊണ്ട് നിർമ്മിച്ചതുമാണ്. മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കാണാൻ സാധിക്കും. എൽ ഷേപ്പിലാണ് ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോബും ഫുഡും ഒക്കെ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മെയിൻ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഡൈനിങ്ങിനോട് ചേർന്നാണ് ഒരു ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. 215 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ് കാണാൻ സാധിക്കും. ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള ഹൈറ്റിലാണ് ഇത് പണിതീർത്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. LED ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമും കാണാൻ സാധിക്കും. വലിയൊരു മിററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. മറൈൻ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്താണ് വാർഡ്രോബുകളെല്ലാം ഇവിടെ പണിതീർത്തിരിക്കുന്നത്. ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ വേർതിരിച്ചിട്ടുമുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാർബിൾ ആണ്. ഹാൻഡ് റെയിൽസിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ഗ്ലാസുമാണ്. സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ നമുക്ക് സോഫ സെറ്റും ടീപ്പോയും ഒക്കെ കാണാൻ സാധിക്കും. സീലിംഗ് ജിപ്സം ബോർഡും LED ലൈറ്റിംഗും ഒക്കെ കൊണ്ട് മനോഹരമായിട്ടാണ് പണിതീർത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി മുകൾ നിലയിൽ ചെല്ലുമ്പോൾ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കാണാൻ സാധിക്കുന്നത്. ജിം എക്യുപ്മെന്റ്സ് വെച്ചൊരു മുറിയും കാണാൻ സാധിക്കും. മുകൾ നിലയിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ബാൽക്കണിയൊക്കെ ഉള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 250 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. താഴത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലുള്ള വാർഡ്രോബാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു ഓപ്പണിങ്ങും നൽകിയിട്ടുണ്ട്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലുമാണ്. ഈ ബെഡ്റൂമിനും ഡ്രസ്സിംഗ് റൂം നൽകിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും വലിയൊരു മിററും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ വേർതിരിച്ചിട്ടുമുണ്ട്. മുകൾ നിലയിലുള്ള അടുത്ത ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 215 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. മറ്റ് ബെഡ്റൂമുകളിൽ കണ്ട പോലെ തന്നെ ഈ ബെഡ്റൂമിലും വാർഡ്രോബും ഡ്രസ്സിംഗ് റൂമും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ നൽകിയിട്ടുണ്ട്. ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ വേർതിരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബുകളെല്ലാം പണിതീർത്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചാണ്.
നിലയിൽ നമുക്ക് മെയ്ഡിന് വേണ്ടിയിട്ട് ഒരു റൂം ഒരുക്കിയിരിക്കുന്നതാണ്. 85 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. നോൺ അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ജിപ്സം സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റിൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകൾ നിലയിൽ നമുക്കൊരു കോമൺ ബാത്റൂമും ജിം എക്യുപ്മെന്റ്സ് വെച്ചൊരു മുറിയും കാണാൻ സാധിക്കും. ഈ വീടിന്റെ ബാത്റൂമുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ലാമിനേറ്റ് ചെയ്ത ഡോറുകളുമാണ്. ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.